നമസ്കാരം മൈ ഡിയർ വൺസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഈ വീഡിയോ നമ്മൾ നമ്മുടെ PGBP ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കുക. ആൻഡ് അവിടെ നമ്മൾ കാണുന്നത് സെക്ഷൻസ് 44 AD to AE ആൻഡ് ടോപ്പിക് എന്താ? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. ഞാൻ ഇതിന്റെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതെന്താ സംഗതി എന്നൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പേജ് റൈറ്റ്. നമ്മളിപ്പോൾ സോഫാർ കണ്ട കാൽക്കുലേഷൻ എന്തായിരുന്നു? PGBP എന്ന് പറയുന്നത് സെക്ഷൻ 28 ഇൻകം ടാക്സ് പറയുന്ന ഒരു ഹെഡ് ഓഫ് ഇൻകം ആണ്. ഈ 28 ഇൻകം സെക്ഷൻ 29 പറയുന്ന പോലെ സെക്ഷൻസ് 30 to 37 ആയ ഡിഡക്ഷൻസും നമ്മുടെ സിലബസിൽ പറയുന്ന 40 to 43 CA ആയിട്ടുള്ള ഡിസലവൻസസും നോക്കി നമ്മുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് നമുക്ക് കമ്പനിയുടെ ഒരു P&L അല്ലെങ്കിൽ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റോ ഉണ്ടാകും. ഈ P&L അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഇൻകം ടാക്സ് പറയുന്നത് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പറയുന്ന പ്രകാരമുള്ള ഒരു പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഗെയിൻ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ്സ് ഓർ ഗെയിൻ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കലാണ് PGBP എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോൾ അതിൽ എടുക്കാവുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെ, എടുക്കാൻ പാടില്ലാത്തത് എന്തൊക്കെ, അതിന്റെ ഒരു കാൽക്കുലേഷൻ തന്നെ നമ്മൾ കണ്ടു. ഇപ്പോൾ പറയുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോന്റെ ഇൻഡയറക്ട് മെത്തേഡ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L എന്നും പറഞ്ഞ് അതിൽ നിന്ന് എടുക്കാൻ പാടില്ലാത്ത കുറെ ഐറ്റംസ് എടുത്ത് മാത്രം, എടുക്കേണ്ട ഐറ്റംസ് എടുത്തിട്ടില്ലെങ്കിൽ അത് കൊണ്ടുവരണം. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഫസ്റ്റ് ലെസ് ഇൻകംസ് നോട്ട് PGBP അല്ലാത്ത ഇൻകംസ് നമ്മൾ എടുത്ത് കളയുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് ആഡ് എക്സ്പെൻസസ് ഡിസലൗഡ്, അനുവദനീയമായിട്ടല്ലാതെ എക്സ്പെൻസസ് ഉള്ളത് ഉണ്ടായിരുന്നെങ്കിൽ, എക്സ്പെൻസ് എടുക്കാൻ പാടില്ലാത്തുള്ളത് ഉണ്ടായിരുന്നെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുന്നു. ഇത് മൈനസ് ചെയ്ത് ഇത് ആഡ് ബാക്ക് ചെയ്ത് ഇനി എടുക്കാവുന്ന എക്സ്പെൻസ് ഉണ്ടായത് എടുത്തിട്ടില്ല. ലെസ് എക്സ്പെൻസസ് അലൗഡ് നോട്ട് ടേക്കൺ, എടുത്തിട്ടില്ല. അതാണെങ്കിൽ നമുക്ക് ലെസ് ചെയ്യാം. ഒരു കാര്യം തെറ്റിപ്പോയി, ഇവിടെ ബ്രാക്കറ്റ് വേണ്ട, കാരണം ആഡ് ചെയ്യുന്ന സാധനം. ആൻഡ് ഫൈനലി ആഡ് എനി ഇൻകം നോട്ട് കൺസിഡേർഡ് ബട്ട് PGBP. എന്തെങ്കിലും ഇൻകം ഉണ്ട്, PGBP ആയിരുന്നു പക്ഷെ ഇത് എടുത്തിട്ടില്ല. ഇത്രയും സാധനങ്ങൾ ചെയ്ത് നമ്മുടെ PGBP കണ്ടുപിടിക്കാനാണ് നമ്മുടെ PGBP പൊതുവായിട്ടുള്ള പരിപാടി അല്ലേ. അപ്പൊ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സ് മുഴുവൻ, അത് ഈ കാണുന്ന അഡ്ജസ്റ്റ്മെന്റ്സിന്റെ മുഴുവൻ ഫൗണ്ടേഷൻ വരുന്നത് 30 to 37, 40 to 43 CA എന്നാണ് അല്ലെ. എല്ലാത്തിൻ്റെന്നല്ല, ബട്ട് ഒട്ടുമിക്ക സാധനങ്ങളുടെ അല്ലെ. ഇനി നമ്മൾ കാണാൻ പോണത് അറിയോ? ഇതങ്ങ് മറന്നേക്ക്, വേണ്ട, വിട്ടേക്ക്, ഇതൊന്നും വേണ്ട. ഒരു സ്പെഷ്യൽ രീതിയിൽ നമുക്ക് നമ്മുടെ ഇൻകം അങ്ങോട്ട് കണ്ടുപിടിച്ചറിയാം. ഒരു സ്പെഷ്യൽ വേ ടു കമ്പ്യൂട്ട് ഇൻകം. ഈ ഇൻകം കണ്ടുപിടിക്കുന്നത് എസ്റ്റിമേഷൻ ബേസിസിലാണ്. ഒരുതരം എസ്റ്റിമേഷൻ പരിപാടിയാണ്. അതായത് എക്സാക്ട് കറക്റ്റ് ആൻസർ ആവണം എന്നില്ല, ഇതായിരിക്കണം എന്നില്ല ഇൻകം ആവുന്നത്. ഒരു ഊഹക്കണക്ക് പോലെയാ. ഈ എസ്റ്റിമേഷൻ ചെയ്ത് ഇൻകം കണ്ടുപിടിക്കുന്ന പരിപാടിയുടെ പേരാ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയാമോ? ഈ പറഞ്ഞ സെക്ഷൻസ് 30 to 37 നോക്കണ്ട, അതൊന്നുമില്ല. 40 to 43 CA നോക്കണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നു. 44A 44AB ഉണ്ടായില്ലേ, അതൊന്നും വേണ്ട, വിട്ടേക്ക്. ഇത്രയും കണ്ടേക്കണ കഥ മുഴുവൻ വിട്ടേക്ക്. വേറൊരു സ്റ്റോറി ഞാൻ പറയാൻ പോകുന്നത്. സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ വരുന്നത് 3 സെക്ഷൻസ് ആണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് സിലബസിൽ പഠിക്കാനായിട്ട്. ആ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 44AD 2, 44ADA 3, 44AE. അതിൽ ഈ 2 ഏതാണ്ട് സിമിലറാണ്. 44ADയും ADAയും ഏതാണ്ട് സിമിലറാണ്. ഓക്കെ, അതിനുണ്ട് നമുക്ക് ഒരേപോലെ പഠിക്കാം. അതിന്റെ AE വരുന്നത് വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് രീതിയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുകയും ചെയ്യും. അപ്പൊ AD വെച്ച് നമുക്ക് തുടങ്ങിയാലോ? യെസ്. അപ്പോ എന്താ ഇവിടെ പറയുന്നത്? This is a completely different base of taxation where income is done on estimation basis. Taxation by estimation എന്നാണ് പറയുന്നത്. Taxable income is computed on the base of a standard estimate. ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റിമേറ്റ് വെച്ച് ഒരു ശതമാനമോ അല്ലെങ്കിൽ ഒരു വാല്യൂയോ അതിന്റെ ബേസിലാണ് കണ്ടുപിടിക്കുന്നത്. 30 to 37 നോക്കും വേണ്ട, 44AAB ഒന്നും നോക്കണ്ട ഇവിടെ, ഇതെടുക്കുന്ന ആൾക്കാർക്ക്. ഓക്കെ, ഇവിടെ പഠിക്കുന്ന സെക്ഷൻസ് ഏതൊക്കെയാ? 44AD to 44AE. അതിൽ ADയും AE ഒരേപോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ ADയും AE അല്ല, ADയും ADAയും ഈ 2 ഒരേപോലെയാണെന്ന് പറഞ്ഞു. അതിന്റെ പ്രത്യേകത എന്താ? AD പറയുന്നത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഫോർ PGBP ഇൻകം, ബിസിനസ് ഇൻകം ഉള്ളവരുടെ. ആൻഡ് 44ADA പറയുന്നത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഫോർ പ്രൊഫഷണൽസ്. പ്രൊഫഷണൽസ് എന്ന് പറയാ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, ലോയേഴ്സ്. നമ്മൾ കണ്ടതല്ലേ 44A കണ്ട അതേ പ്രൊഫഷണൽസ്. ഓക്കെ, ആൻഡ് 44AE പറയുന്നത്
ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സിന്, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസീസ്, അത് പ്ലൈയിങ് ആൻഡ് ലീസിംഗ് ഓഫ് കാരേജസ്, ഓക്കെ, അവർക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലീസിംഗ്, പ്ലൈയിങ് ആൻഡ് ഹയറിംഗ് ഓഫ് ഗുഡ്സ് കാരേജസ് കേട്ടോ, അവർക്ക് വരുന്നതാണ്. നമുക്ക് എന്താണെന്നുള്ളത് കാണാമല്ലോ, ഓരോന്നായിട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം 44 AD വെച്ച് തുടങ്ങാം. 44 AD എന്താ പറഞ്ഞതെന്ന് അറിയാമോ? സോ 44 AD സേസ് യു ആർ എ റെസിഡന്റ് ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു റെസിഡന്റ് HUF, അല്ലെങ്കിൽ റെസിഡന്റ് ഫേം, ദാറ്റ് ഇസ് യു ആർ റണ്ണിങ് യുവർ ബിസിനസ്. ഒരു ഇൻഡിവിജ്വൽ HUF ഫേമാണ്, കമ്പനി അല്ല. ഓക്കെ, ഇൻഡിവിജ്വൽ HUF ഫേമാണ്, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ടേൺ ഓവർ 2 കോടിയുടെ മുകളിൽ പോകുന്നില്ല. അത് നിങ്ങളുടെ ചെറിയൊരു സ്ഥാപനമാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ മൊത്തം ടാർഗറ്റ് ചെയ്യുന്ന സ്മോൾ ടാക്സ് പേയേഴ്സിനെയാണ്. സ്മോൾ ടാക്സ് പേയേഴ്സ് ഏതാണ്ട് നമ്മുടെ GST കോമ്പോസിഷൻ ലെവി പോലെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു സ്ഥാപനമാണ്, 2 കോടിയുടെ മുകളിലേക്ക് ടേൺ ഓവർ ഇല്ല. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ ടേൺ ഓവറിന്റെ ബേസിസിൽ ഒരു പ്രത്യേക തരം പെർസെൻറ്റേജ് കൊണ്ട് അപ്ലൈ ചെയ്യും. ആ അപ്ലൈ ചെയ്യുന്ന പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ ഇൻകം. പൊതുവെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ഓവറിൽ നിന്നും എല്ലാ എക്സ്പെൻസസും കുറയ്ക്കാവുന്ന എല്ലാ എക്സ്പെൻസസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻകം കിട്ടി, അല്ലേ? ഇവിടെ അത് വേണ്ട. ഇവിടെ ടേൺ ഓവർ എടുക്കുക, ഇൻറ്റു ഒരു പ്രത്യേക പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുക, ബാക്കിയാണ് നിങ്ങളുടെ ഇൻകം. ആ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് നിങ്ങളുടെ ഇൻകം. അപ്പോൾ എന്ത് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യേണ്ടേ പറഞ്ഞുതരാം. ദി പെർസെൻറ്റേജ് ദാറ്റ് യു ഹാവ് ടു അപ്ലൈ ഈസ്, പൊതുവെ ഇറ്റ്സ് 8%. പൊതുവെ 8%, 8%. അപ്പോൾ നിങ്ങളുടെ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 8%. പക്ഷെ അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടേൺ ഓവർ ബാങ്ക് വഴിയാണ് റിയലൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ബാങ്കിങ് മോഡ്സ് എന്ന് പറയുന്നത് ക്യാഷ് മോഡ്സ് അല്ലാത്തത് എന്തും. ഇപ്പൊ ക്യാഷ് പേയ്മെന്റ് അല്ല, വെറും സാധാ ചെക്കല്ല, ബെയറർ ചെക്കല്ല, എല്ലാ പേയ്മെന്റും വന്നിരിക്കുന്ന ഒന്നില്ലെങ്കിൽ അക്കൗണ്ട് പേ ചെക്ക്, അല്ലെങ്കിൽ അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ, അങ്ങനത്തെ വല്ല വഴിയാണ് നിങ്ങൾക്ക് പേയ്മെന്റ് വന്നിരിക്കുന്നതെങ്കിൽ, ആൻഡ് നിങ്ങൾക്ക് 139(1) ഡ്യൂ ഡേറ്റ്, അത് റിട്ടേൺ ഫയലിംഗ് ഡേറ്റിനുള്ളിൽ നിങ്ങൾ ആ പേയ്മെന്റ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശതമാനം വിൽ ബി 6. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്റെ ടേൺ ഓവർ മൊത്തം 1 കോടി ഉണ്ടെന്ന് വയ്ക്കുക. 1 കോടി, ഈ 1 കോടിയുടെ 40 ലക്ഷം എനിക്ക് ക്യാഷ് ആയിട്ട് കിട്ടി. അപ്പൊ ഇതിന്റെ 8%. ഒരു 40 ലക്ഷം വേറെ എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടി. അത് എനിക്ക് റിട്ടേണിന് മുമ്പ് കിട്ടി. ഐ ഗോട്ട് ഇറ്റ് ബൈ 31st മാർച്ച് ആയിട്ട് കിട്ടി. പിന്നെ വേറൊരു 20 ലക്ഷം ഉണ്ടല്ലോ, ഇതും ബാങ്കിൽ നിന്ന് തന്നെ കിട്ടി. പക്ഷെ എനിക്ക് കിട്ടിയത് നെക്സ്റ്റ് ഡിസംബർ ആയപ്പോൾ റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് കഴിഞ്ഞുപോയി. ഇതെനിക്ക് 6% എടുക്കാം. പക്ഷെ ഇത് ബാങ്കിൽ കൂടെയാണ് കിട്ടിയത്. 6% എടുക്കാൻ പറ്റുമെന്ന് വെച്ചില്ല. കാരണം എന്താ? ബാങ്കിൽ കൂടെ കിട്ടിയ 6% എടുക്കണമെങ്കിൽ 139(1) ഡേറ്റ് പ്രകാരം കിട്ടണം. കിട്ടിയോ? ഇല്ല. അപ്പൊ ഇത് 8%. അപ്പൊ നിയമം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ തലവേദന ഒന്നും വേണ്ട. അക്കൗണ്ട്സ് വെക്കേണ്ട, ബുക്സ് 44 AE ഇല്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കേണ്ട, 44 AD പ്രകാരമുള്ള ഓഡിറ്റ് ഇല്ല, 30 to 37 റെക്കോർഡ് ചെയ്യണ്ട, ഡിഡക്ഷൻ കാണിക്കണ്ട, എടുക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒന്നും കാണിക്കണ്ട. നിങ്ങളുടെ മൊത്തം ടേൺ ഓവർ അങ്ങനെ എടുക്കുക. അതിന്റെ പുറത്ത് ഞങ്ങൾ ഈ പറയുന്ന ശതമാനമെങ്കിലും മിനിമം കാണിക്കണം. അപ്പോൾ ഈ 40 ലക്ഷത്തിന് മിനിമം ഞാൻ 8% കാണിക്കണം, ഈ 40 ലക്ഷത്തിന് മിനിമം ഞാൻ 6% കാണിക്കണം, 20 ലക്ഷത്തിന് മിനിമം ഞാൻ 8% കാണിക്കണം. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും, സാറേ ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിന്റെ മുകളിലേക്ക് എടുക്കുക കേട്ടോ. സാറേ ഇപ്പൊ 40 ലക്ഷത്തിന്റെ 8% എന്ന് പറഞ്ഞാൽ എത്രയത്? 3.2 ലക്ഷം. ഇവിടെ 2.4 ലക്ഷം. 20 ലക്ഷത്തിന് 8% എന്ന് പറഞ്ഞാൽ 1.6 ലക്ഷം ആണല്ലോ. മൊത്തം 3.2, 3.2, 5.2, 5.6 പ്ലസ് 1.6, 7.2 ലാക്സ് ഇൻകം ആയിട്ട് ഇയാൾ കാണിക്കണം ഈ 1 കോടിക്ക്, അല്ലേ? ഞാൻ പറഞ്ഞു മിനിമം എത്രയും കാണിക്കുന്നത്. 7.2 ലാക്സ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിന് ടാക്സ് അടച്ചാൽ മതി, ഈ പറഞ്ഞ ടാക്സ് അടച്ചാൽ മതി, അല്ലേ? അപ്പൊ എന്തിനാ ഒരാൾ ഇതിനെക്കാട്ടും കൂടുതൽ കാണിക്കണേ? മിനിമം എന്ന് പറയുന്നത് എന്തിനത്? എന്താ കാരണം എന്നറിയോ? ഈ ഒരു പോയിന്റിൽ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് എനിക്കിത് ചൂണ്ടിക്കാണിച്ച് തന്നത്, ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച് തന്നത് കോട്ടയത്തുള്ള എന്റെ വളരെയധികം ഡിയർ ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സാറാണ്, ഉല്ലാസ് സാർ എന്നാണ് സാറിന്റെ പേര്. സാർ എന്റെ തന്നെ സാറിന്റെ ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം സാറ് പറഞ്ഞ് തെറ്റിപ്പോയി. അപ്പൊ അതിനൊരു കറക്ഷൻ വരുത്തേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലായി, ശരിയാണല്ലോ, ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് വന്നത് പണ്ടിട്ട വീഡിയോ കൂടെ ആയിരുന്നു. അപ്പൊ ഞാനത് പഠിപ്പിച്ചിരുന്നപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞത്. ഉല്ലാസ് സാറിനെ ഈ കറക്റ്റ് ചെയ്തത്. അപ്പൊ ഐ എം വെരി താങ്ക്ഫുൾ ടു സാർ. അപ്പൊ സാറിനോട് താങ്ക്സ് പറയാണ് ഞാൻ ഫസ്റ്റ് തന്നെ. ആൻഡ് ആ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കറക്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഒരാൾ മിനിമം 7.2 ലാക്സ്, അത് മിനിമം 8%, മിനിമം 6%, മിനിമം 8% കാണിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കൂടുതൽ വേണമെങ്കിൽ കാണിക്കാം. ഇപ്പൊ ഇതേ വ്യക്തിക്ക് ഈ 40 ലക്ഷത്തിന് 10% കാണിക്കാം, ഈ 40 ലക്ഷത്തിന് വേണമെങ്കിൽ 10% കാണിക്കാം, ഒരു കുഴപ്പമില്ല. ഈ 20 ലക്ഷത്തിന് 10% കാണിക്കാം, എത്ര കൂട്ടി കാണിക്കാം, വിഷയമില്ല. അപ്പൊ മൊത്തം എത്ര വരും? 1 കോടിയുടെ 10 ലക്ഷം എന്ന് പറയുമ്പോൾ 10 ലക്ഷം വരും ഇൻകം. ഇതിന് ടാക്സ് അടയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വരും, അതെന്തിനാ സാറേ 7.2 ടാക്സ് അടയ്ക്കുന്ന ആൾ 10 ലക്ഷത്തിന് പോയി ടാക്സ് അടയ്ക്കാൻ? ആൾക്ക് വട്ടുണ്ടോ? ഇല്ല, വട്ടല്ല. കാരണം എന്താ അറിയോ? ഇനി ഭാവിയിൽ വല്ല ബാങ്കിലേക്കോ വേറെ വല്ല കാര്യത്തിലേക്കോ പോവാണ്, ലോൺ അപേക്ഷയ്ക്കോ എന്തിനൊക്കെ പോവാണ്. അപ്പൊ പോകുമ്പോൾ കാണിക്കാൻ പറ്റുമല്ലോ, ഞാൻ ഇത്രയും നാള് 10 ലക്ഷത്തിന് ടാക്സ് അടച്ച ആളാ,
അല്ലെങ്കിൽ നല്ലൊരു സംഖ്യയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കേണ്ട, അത്രയും വരുമാനം എനിക്കുണ്ട്, ആ വരുമാനം എനിക്കുണ്ടെന്നുള്ള സപ്പോർട്ട് കാണിക്കല്ലേ റിട്ടേണിൽ 10 ലക്ഷം കാണിക്കുമ്പോൾ. 7.2 ലക്ഷം അല്ല എൻ്റെ ഇൻകം 10 ലക്ഷം. ഇനി വേണമെങ്കിൽ കൂട്ടി കാണിക്കും, ഇത് വേണമെങ്കിൽ 20% കാണിച്ചാൽ എത്രയായി? സോറി, ഒരു കോൾ ഒന്നും അതിനിടയിൽ. റൈറ്റ്, അപ്പോൾ 20% എന്ന് പറയുന്നത് ഇവിടെ 20 ലക്ഷമായി. ഇപ്പം 20 ലക്ഷം വരുമാനമുള്ളവനാണ് ഞാൻ 20 ലക്ഷത്തിന് കഴിഞ്ഞ കൊല്ലം ടാക്സ് അടച്ചതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ പല കൊല്ലങ്ങളായിട്ട് 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ടാക്സ് അടയ്ക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വരുമാനം അത്രയും സ്ട്രോങ്ങാണ്. അപ്പം അത്രയും സ്ട്രോങ് വരുമാനമുള്ള ആൾക്കാർക്ക് ലോൺ കിട്ടാനും പല പല ബാങ്കിന്റെ സൈഡിൽ സപ്പോർട്ട് കിട്ടാനും എളുപ്പമായിരിക്കില്ലേ, നല്ല വരുമാനമുള്ള ആളാണെന്ന് കാണുമ്പോൾ. നമുക്കറിയാലോ ഈ സിബിൽ സ്കോർ എന്നുള്ളതിന്റെ പേരിൽ തന്നെ നമുക്ക് ലോൺ എടുക്കാൻ തന്നെ പല കാര്യങ്ങളും എളുപ്പമാകുന്നു. അതുപോലെ കമ്പനികൾക്കല്ല, ഈ ബിസിനസ് റൺ ചെയ്യുന്നവർക്ക് പല പല ബെനിഫിറ്റ് കിട്ടും ഇതിന് കൂടുതൽ ഇൻകം കാണിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ അതാണ് മിനിമം ഇത്രയും കാണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, തിരിച്ചു വാ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 30 to 37 ഡിഡക്ഷൻ ഓഫ് 40 to 43A ഒന്നും വരില്ല. ഈ വ്യക്തി 44AD എടുത്താൽ പോകുന്നെങ്കിൽ, അപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുന്ന ആൾ 44AD പ്രകാരം 8% 6% കാണിച്ച്, അത് പ്രകാരം കാണിച്ച്, അത് തന്നെ കാണിക്കണമെന്നില്ല, അതിനെക്കാട്ടും കൂടുതലും കാണിക്കാം, പക്ഷെ 44AD വെച്ചാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണ് അയാളുടെ ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ ഇൻകം ടാക്സ് എന്താ പറയുന്നത് അറിയോ? നിങ്ങൾക്ക് ബുക്സ് വേണോ? 44AA വേണോ? വേണ്ട. അക്കൗണ്ട്സ് ഓഡിറ്റ്സ് വേണോ? വേണ്ട. ഒന്നും വേണ്ട, ഒരു തലവേദനയില്ല അല്ലേ? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണ്ട, ഓഡിറ്റ് നടത്തണം, ഒന്നും വേണ്ട. ഡിഡക്ഷൻസ് 30 to 37 കാണിക്കണ്ട അല്ലെ, ഒന്നും കാണിക്കണ്ട, എല്ലാത്തിനും ഇളവ് വന്നിരിക്കുക. അപ്പോൾ ഗവൺമെന്റ് എന്താ പറയുന്നത് അറിയാം? ഇൻകം ടാക്സ് അതോറിറ്റി എന്താ പറയുന്നത് അറിയാമോ? ഇത്ര ഇളവ് ഞാൻ തന്നതല്ലേ, അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്തേക്ക്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ കണക്കൊക്കെ വെച്ച് ആ കണക്ക് അക്കൗണ്ട്സ് ആക്കി അക്കൗണ്ട്സിന്റെ ഓഡിറ്റ് നടത്തുമ്പോഴേക്കാണ് ഇപ്പൊ എൻ്റെ ഒരു വർഷം തുടങ്ങുന്നത്. ഇവിടെ വരെയാൻ നിൽക്കും. ഇപ്പൊ 2031/4/2023 തൊട്ട് 31/3/2024 വരെ ഇവിടെ വരെ എൻ്റെ എല്ലാ അക്കൗണ്ട്സും കണക്കുകളെല്ലാം വെച്ച് ഇതിന്റെ ഓഡിറ്റിന് ഇവിടെ നിന്ന് തന്നെ തുടങ്ങത്തുള്ളൂ. ഈ ഓഡിറ്റ് ഇവിടെ നിന്ന് തുടങ്ങി അടുത്ത വർഷം, അത് 2025 അവസാനിക്കുന്നു. ഈ പോയിന്റിൽ ഓഡിറ്റ് അവസാനിച്ച് ഈ പോയിന്റിൽ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നു. അങ്ങനെയുള്ള എപ്പോഴും സംഭവിക്കുന്നത്. അതായത് പ്രീവിയസ് ഇയറിൽ ഇൻകം അത് മുഴുവൻ അസസ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിൽ ഇവിടെ അസസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു. എന്നിട്ട് ഇവിടെ ടാക്സ് പേ ചെയ്യുന്നു അല്ലേ? ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവിടെ പ്രീവിയസ് ഇയറിൽ ഇൻകം, അതായത് 23-24 ഇൻകം കിട്ടി. ഇവിടെ ഇത് പ്രീവിയസ് ഇയറാ, ഇവിടെ ഇൻകം കിട്ടി. ഇനി ഇൻകം അസസ് ചെയ്യാനോ അതിന്റെ ഓഡിറ്റോ ഒരു തേങ്ങയും വാങ്ങി ഒന്നും ഇല്ല, ഒന്നും ചെയ്യണ്ട. അപ്പൊ ഇൻകം ടാക്സ് പറയാൻ അറിയാമോ? ഈ വർഷം കഴിയുമ്പോൾ ഇവിടെ വെച്ച് ടാക്സ് അടച്ചോ, വർഷം കഴിഞ്ഞതിന് മുമ്പേ ടാക്സ് അടച്ചോ, അഡ്വാൻസ് ആയിട്ട് അങ്ങനെ ടാക്സ് അടച്ചോ. അപ്പൊ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനുള്ള ടൈം എന്താ കൊടുത്തിരിക്കുന്നത്? മാർച്ച് 15 ആകുമ്പോഴത്തേക്കും അതാത് വർഷത്തെ ടാക്സ് അടച്ച് പോവുക. ഓക്കെ, അതാണ് പറയുന്നത്. ക്ലിയർ? ഇനി ഇതിന് വേറൊരു ക്ലോസും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ 44AD എടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ഞാൻ ഇതിൽ നിന്ന് അനങ്ങരുത്. 5 വർഷത്തേക്ക് ഞാൻ 44AD വെച്ച് തന്നെ മുമ്പോട്ട് പോകണം. അപ്പോൾ ഞാനൊരു വർഷം 44AD എടുത്തു. സോ ദിസ് ഇസ് ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5. 5 വർഷം ഞാൻ ഇത് തന്നെ എടുത്ത് തന്നെ പോകണം. പക്ഷേ ഞാൻ 4ാമത്തെ വർഷം തെറ്റിച്ചു. 4ാമത്തെ വർഷം ഞാൻ 44AD വേണ്ട, നോർമലിലേക്ക് മാറി. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? പിന്നൊരു 5 വർഷം എനിക്ക് 44ADയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ 5ൽ വരാൻ പറ്റില്ല, 6ൽ വരാൻ പറ്റില്ല, 7ൽ വരാൻ പറ്റില്ല, 8ൽ വരാൻ പറ്റില്ല, 9ൽ വരാൻ പറ്റില്ല. 10ാമത്തെ വർഷം എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ 44ADയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. മനസ്സിലായോ? ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് 5 വർഷം ഞാൻ 44AD തന്നെ ചെയ്യണം. ഇനി 5 വർഷം എത്തുന്നതിന് മുമ്പ് ഞാൻ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്തു പറ്റും? പിന്നൊരു 5 വർഷം, 1, 2, 3, 4, 5 ഇനി 44ADയിലേക്ക് വരാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള വർഷം ഇനി 44ADയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ക്ലിയർ? ഇനി ഇതൊക്കെ പോട്ടെ, കഴിഞ്ഞ കൊല്ലം ഒരു നല്ലൊരു അമെൻമെന്റ് വന്നു. അതാണ് ഈ മഞ്ഞ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ടേൺ ഓവർ 2 കോടി വരെയുള്ള ആൾക്കാർക്ക് ഇത് എടുക്കാന്നല്ലേ പറഞ്ഞേ? അല്ല, 3 കോടി വരെയുള്ള ആൾക്കാർക്കും 44AD എടുക്കാം. എന്താ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ വരുമാനം കിട്ടിയത് എൻ്റെ ടോട്ടൽ റവന്യൂ, എൻ്റെ ടോട്ടൽ ടേൺ ഓവർ ഇസ് 2.8 crores. 2.8 crores ആണ് എൻ്റെ ടോട്ടൽ റവന്യൂ. എനിക്ക് 44AD എടുക്കാൻ പറ്റുമോ? പറ്റും. എന്താ നോക്കേണ്ടത് അറിയാമോ? എനിക്ക് ക്യാഷ് വഴി എത്ര വരുമാനം കിട്ടി, ബാങ്ക് വഴി എത്ര വരുമാനം കിട്ടി. ക്യാഷ് വഴി കിട്ടിയ വരുമാനം 5% താഴെയാണെങ്കിൽ എനിക്ക് 44AD എടുക്കാം. അതായത് ക്യാഷ് വഴി എനിക്ക് കിട്ടിയത് ഇപ്പൊ 2.8 crore 5% നോക്കിക്കഴിഞ്ഞാൽ 1.4 crore വരിക. 14 lakhs വരിക. 14 ലക്ഷം വരണ്ടേ 5%? അതെ, 28 ലക്ഷം 10% 14 ലക്ഷം. ഓക്കെ, എനിക്ക് ക്യാഷ് വഴി കിട്ടിയത് 12 ലക്ഷമാണ് നോക്കിയാൽ 12 ലക്ഷം എനിക്ക് ക്യാഷ് വഴി കിട്ടി. ബാക്കി 2.68 crores എനിക്ക് ബാങ്ക് വഴി കിട്ടി. അപ്പൊ 2.8 കോടിയുടെ 12 ലക്ഷമാണ് എനിക്ക് ക്യാഷ് വഴി കിട്ടിയത്. 2.68 കോടി ബാങ്ക് വഴി എനിക്ക് കിട്ടിയത്. അതായത്
ക്യാഷ് രൂപത്തിൽ കിട്ടിയത് മൊത്തം ടേൺ ഓവറിന്റെ 5% കുറവല്ലേ? സി മൈ റവന്യൂ റിസീവ്ഡ് ഇൻ ക്യാഷ് വാസ് ലെസ് ദാൻ 5 crore അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 കോടി വരെ എനിക്ക് ലിമിറ്റ് എടുക്കാം. അതായത് ഈ 2.8 കോടിയുള്ള ആൾക്കും പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എടുക്കാന്ന്, 44AD എടുക്കാന്ന്. സോ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു പേജ് ഇട്ടോട്ടെ. So when your turnover is more than 2 crore, yes, but not exceeding 3 crore, 3 കോടി വരെ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ പറ്റുമോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? പറ്റും. എപ്പോൾ? വെൻ യുവർ ടേൺ ഓവർ സ്പ്ലിറ്റ് ആക്കുക, ക്യാഷും ആക്കുക, ബാങ്കും ആക്കുക. ക്യാഷിൽ കിട്ടിയിരിക്കുന്ന ടേൺ ഓവർ മൊത്തം ടേൺ ഓവറിന്റെ ലെസ് ദാൻ, ഇങ്ങനെ എഴുതണ്ട, ഒന്ന് വായിച്ചേക്കട്ടെ. ക്യാഷ് ടേൺ ഓവർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5% ഓഫ് ടോട്ടൽ ടേൺ ഓവർ. അതായത് ബാങ്ക് ടേൺ ഓവർ അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി ബാങ്ക് ടേൺ ഓവർ ആണ്. ബാങ്ക് ടേൺ ഓവർ ആണ് തിരിച്ചു പറയാം. ബാങ്ക് ടേൺ ഓവർ ഷുഡ് ബി മിനിമം 95%. 95%, മിനിമം 95% വേണം. അപ്പൊ 5% വരെ ക്യാഷ് പോകാം, 95 മിനിമം ബാങ്കിൽ വേണം. അപ്പോൾ 2.8 കോടി എന്ന് പറയുമ്പോൾ അതിന്റെ 5% എന്ന് പറയുമ്പോൾ 14 ലക്ഷം വരെ ക്യാഷിൽ പോവാം. 2.66 കോടി വരെ ബാങ്കിലായാൽ മതി. നമ്മുടെ കേസിൽ എത്രയാ? 12 ലക്ഷം ക്യാഷിൽ പോയുള്ളൂ, 2.68 കോടി ബാങ്കിലുണ്ട്. അപ്പോൾ അവർ ക്യാഷ് ടേൺ ഓവർ ഇസ് ലെസ് ദാൻ 5% അല്ലേ? ദിസ് ഇസ് ലെസ് ദാൻ 14 അല്ലേ? ആൻഡ് അവർ ബാങ്ക് ടേൺ ഓവർ 2.68, മോർ ദാൻ 95% അല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 2.8 കോടിനെ പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ കൊണ്ടുവരാം. അപ്പൊ തിരിച്ചറി നോക്കിയോ, 2.8 കോടി ഉണ്ട്. എനിക്ക് ക്യാഷ് കിട്ടിയത് 50 ലക്ഷം, ബാങ്കിൽ കിട്ടിയത് 2.3 കോടി ആണല്ലോ. അപ്പൊ എന്തു പറ്റി? 14 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു സംഖ്യ എനിക്ക് ക്യാഷായി കിട്ടിയില്ലേ? 14 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു സംഖ്യ, അത് ക്യാഷ് ടേൺ ഓവർ വാസ് മോർ ദാൻ 5% ഓഫ് ടോട്ടൽ ടേൺ ഓവർ അല്ലേ? അപ്പോൾ എനിക്കിതിന് 44AD എടുക്കാൻ പറ്റില്ല. ക്ലിയർ ആയോ? അത്ര ഉള്ളൂ സംഗതി. സിമ്പിൾ, റൈറ്റ്? ദാറ്റ്സ് ഓൾ. അതാണ് അമെൻമെന്റ്. ഇനി ഇതേപോലെ നമുക്ക് 44ADA പഠിക്കാം. ADAയും ഇതേപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. വ്യത്യാസം അറിയോ? ഇവിടെ പറയുന്നത് 44A പ്രൊഫഷണൽസാ. അത് CA, CMA, CS, അഡ്വക്കേറ്റ്സ്, ലോയർ, ഡോക്ടേഴ്സ്, പ്രാക്ടീസിങ് പ്രൊഫഷണൽസ്. അവിടെ 2 കോടിന്ന് ടേൺ ഓവർ പറഞ്ഞെങ്കിൽ ഇവിടെ ടേൺ ഓവർ 50 ലക്ഷമായി കുറച്ചു. അവിടെ 8%, 6% മിനിമം പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ ഇവിടുത്തെ പെർസെൻറ്റേജ് 50%. മിനിമം 50% കാണിക്കണം. അതേപോലെ തന്നെ ഒരു ഡിഡക്ഷനും കിട്ടില്ല. ലോക്ക് ഇൻ ലോക്ക് ഔട്ട് ഉണ്ട്, 5 വർഷത്തെ ക്ലോസും ഉണ്ട്. അഡ്വാൻസ് ആയി മാർച്ച് 15 ആകുമ്പോഴേക്കും ടാക്സ് അടയ്ക്കണം. വേറൊരു വ്യത്യാസമില്ല. അവിടെ 2 കോടി എന്ന് പറഞ്ഞത് ഇവിടെ 5 ലക്ഷമായി. അവിടെ 2 കോടി എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ലക്ഷമായി. 8%, 6% എന്ന് പറഞ്ഞത് ഇവിടെ 50%. ഇനി അവിടെ 3 കോടി വരെ പോവാന്ന് അമെൻമെന്റ് കണ്ടില്ലേ? 3 കോടി വരെ പോയാലും നമുക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എടുക്കാമെന്ന്. ഇവിടെ 3 കോടിയില്ല, 75 ലക്ഷം വരെ പോവാന്നായി. 3 കോടിക്ക് വരെ 75 ലക്ഷം വരെ പോവാന്നായി. സെയിം റൂള്. റവന്യൂ റിസീവ്ഡ് ഇൻ ക്യാഷ് 5% കുറവായിരിക്കണം. 5% കുറവായിരിക്കണം റവന്യൂ റിസീവ്ഡ് ഇൻ ക്യാഷ്. മനസ്സിലായോ? ഇതാണ് 44ADA. ഇനി വരുന്ന ലാസ്റ്റ് സെക്ഷൻ 44AE. അത് പ്ലൈയിങ്, ഹയറിംഗ്, ലീസിംഗ് ഓഫ് ഗുഡ്സ് കാരേജസ്. ഗുഡ്സ് വണ്ടികൾ, ലോറികൾ, അതിന്റെ ബിസിനസ്സാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എടുക്കാം. ഇവിടുത്തെ പ്രത്യേകം അറിയോ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 44ADയിൽ 2 കോടി വരെ ടേൺ ഓവർ ആവാം, അല്ലെങ്കിൽ 3 കോടി. 44ADAയിൽ പറഞ്ഞു 50 ലക്ഷം വരെ ടേൺ ഓവർ ആവാം, അല്ലെങ്കിൽ 75 ലക്ഷം വരെ ആവാം. ഇവിടെ ടേൺ ഓവർ അല്ല, എത്ര വണ്ടി ഉണ്ടെന്നുള്ളതാണ്. 10 വണ്ടികളിൽ കൂടുതൽ പാടില്ല. കഴിഞ്ഞ കൊല്ലം ഒരു ദിവസം പോലും, ഒരു നേരം പോലും 10 വണ്ടികളിൽ കൂടുതൽ ഇയാളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ 10 വണ്ടിക്ക് കുറവാണ് ഇയാൾക്കെങ്കിൽ ഇയാൾക്ക് ഈ വണ്ടിയുടെ ടൈപ്പിന്റെ ബേസിസിലും അത് എത്ര മാസം ഓൺ ചെയ്തു എന്നുള്ളതിന്റെ ബേസിസിലും കണ്ടുപിടിക്കാം പ്രിസംപ്റ്റീവ് ഇൻകം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? വണ്ടിയുടെ ടൈപ്പ് നോക്കുക. ടൈപ്പ് നമ്മൾ ലൈറ്റ് ഗുഡ്സ് ആക്കാം, ഹെവി ഗുഡ്സ് ആക്കാം. ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ലോറികൾ. ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ ട്രെയിലർ ലോറീസിലെ 10-24 ടയറൊക്കെ ആയിട്ട് വരുന്ന സാധനം അത്. ഇനി അങ്ങനെ ലോറിയുടെ ടയർ എണ്ണൊന്നും നോക്കിയിട്ടല്ല നിങ്ങൾ കണക്കാക്കേണ്ടത്. എങ്ങനെ കണക്കാക്കേണ്ടത്? ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ 12 മെട്രിക് ടൺ, അത് 12 ടണ്ണിന് കൂടുതൽ അതിനെ ക്യാരി ചെയ്യാൻ പറ്റില്ല. അതിന്റെ കപ്പാസിറ്റി 12 ടണ്ണാണ്. ഹെവി ഗുഡ്സ് വെഹിക്കിൾ 12 ടണ്ണിന് കൂടുതൽ ക്യാരി ചെയ്യാൻ പറ്റും. ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളാണ് നിങ്ങളുടെ വണ്ടിയെങ്കിൽ ഓരോ വണ്ടിക്ക് 7500. അപ്പോൾ 7500 പെർ വെഹിക്കിൾ പെർ മന്ത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു അസസ് ചെയ്യാം. എനിക്ക് കുറേ ലോറീസ് ഉണ്ട്. ദീസ് ആർ മൈ ലോറീസ്.
ലോറി ഉണ്ട്. ഇത് സാധനങ്ങൾ ഇങ്ങനെ കയറ്റി ഞാൻ വിടുകയാണ്. എനിക്ക് മൊത്തം 8 ലോറിയല്ല. ഈ 8 എണ്ണത്തിൽ ഒരു 3 എണ്ണം ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളാണ്, 5 എണ്ണം ഹെവി ഗുഡ്സ് വെഹിക്കിളാണ്. ഈ 3 എണ്ണത്തിൽ 2 എണ്ണം എനിക്ക് വർഷം തുടങ്ങിയപ്പോൾ തൊട്ടേ ഉണ്ടായി. 2 എണ്ണം വർഷം തുടങ്ങിയപ്പോൾ തൊട്ടേ ഉണ്ടായി. അത് 12 മാസം എൻ്റെ ഉണ്ടായി. ഒരെണ്ണം ഞാൻ ജൂണിലാണ് മേടിച്ചത്. അപ്പോൾ ജൂണിൽ മേടിച്ചാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇപ്പം എത്ര മാസമായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മാസം ഞാൻ കയ്യിൽ വെച്ചു. ഒരെണ്ണം ഞാൻ 10 മാസം കയ്യിൽ വെച്ചു ഓണർഷിപ്പിൽ നിന്ന്. ഇതിൻ്റെ വാല്യൂ എങ്ങനെ പിടിക്കാന്ന് അറിയാമോ? ഈ 2 എണ്ണത്തിൻ്റെ വാല്യൂ 7500. അതിന് എത്ര വണ്ടിയുണ്ട്? 2 വണ്ടി, 12 മാസം. 7500 ഇൻറ്റു 2 വണ്ടി ഇൻറ്റു 12 മാസം. ഇതോ 7500 എത്ര വണ്ടിയുണ്ട്? ഒരൊറ്റ വണ്ടി എത്ര മാസമുണ്ട്? 10 മാസം. കണ്ടോ? സിമ്പിൾ. ഇനി ഈ ഹെവി ഗുഡ്സ് വെഹിക്കിളുടെ കാര്യം നോക്കണേ, എങ്ങനെ പിടിക്കുക? 7500 അല്ല, 1000 പെർ വെഹിക്കിൾ അല്ല, പെർ ടൺ. എത്ര ടണ്ണാണ് എൻ്റെ കപ്പാസിറ്റി പെർ വെഹിക്കിൾ പെർ മന്ത്? അപ്പം എനിക്ക് 5 വണ്ടി നോക്കിയപ്പോൾ 1, 2, 3, 4, 5. ഒരു വണ്ടി 18 ടണ്ണിൻ്റെ, വേറൊരു വണ്ടി 16 ടണ്ണിൻ്റെ, വേറൊരു വണ്ടി 20 ടൺ, 21 ടൺ, 21 ടൺ. ഓക്കെ, ഓണർഷിപ്പ് നോക്കിയപ്പോൾ 18 ടണ്ണിൻ്റെ വണ്ടി എനിക്ക് 12 മാസം എൻ്റെ ഉണ്ട്. ഇത് 12 മാസം എൻ്റെ ഉണ്ട്. ഇത് 10 മാസം, ഇത് 10 മാസം, ഇത് പുതിയ വണ്ടി 8 മാസം. അപ്പം എങ്ങനെ വരും വാല്യൂ? 1000 പെർ ടൺ. എത്ര ടൺ ഉണ്ട്? 18. എത്ര വണ്ടിയുണ്ട്? ഒരു വണ്ടി ഇൻറ്റു എത്ര മാസം ഹോൾഡ് ചെയ്തത്? 12 മാസം. ഇവിടെയാണെങ്കിലോ 1000 എത്ര വണ്ടിയുണ്ട്? ഒരു വണ്ടി 18, എത്ര ടൺ ഉണ്ട്? 16 ടൺ ഇൻറ്റു ടൺ. അങ്ങനെയാണല്ലോ, അതേ നോക്ക്. 1000 പെർ ടൺ. എത്ര വണ്ടികളുണ്ട്? ഒരു വണ്ടി ഇൻറ്റു 12. ഓക്കെ, ഇത് വേണമെങ്കിൽ 20 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ. കാരണം എന്താ പറയുക, വേറെ രീതിക്ക് കാൽക്കുലേഷൻ കാണിച്ചാൽ 20 ടണ്ണിൻ്റെ. ഇപ്പം ഇത് സെയിം ആണല്ലോ. 20 ടണ്ണിൻ്റെ 10 മാസം വെച്ച് 1000 ഇൻറ്റു എത്ര ടൺ ഉണ്ട്? 20. എത്ര വണ്ടിയുണ്ട്? 2 വണ്ടി ഇൻറ്റു എത്ര മാസമുണ്ട്? 10. കണ്ടോ? അപ്പം ഞാൻ ഈ 2 വരുന്ന ഒരു കേസാണ് ഈ 2 സെയിം ആക്കി. ഞാൻ ഈ 21 ടണ്ണിൻ്റെ എങ്ങനെയാ? 1000 ഇൻറ്റു 21 ഇൻറ്റു എത്ര വണ്ടി? ഒരു വണ്ടി. എത്ര മാസം? 8 മാസം. ഇതിനെല്ലാത്തിനും ഒരു സംഖ്യ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുമല്ലോ. ആ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ആ സംഖ്യയുടെ ടോട്ടലാണ് നിങ്ങളുടെ പ്രിസംപ്റ്റീവ് ഇൻകം അണ്ടർ സെക്ഷൻ 44AE. സിമ്പിൾ അല്ലേ? ഇവിടെ ഓർക്കേണ്ട എന്താ? വണ്ടിയുടെ കണക്കിന്റെ ബേസിലാണ് 10 വണ്ടി. അപ്പൊ നമ്മൾ പഠിച്ചൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയായിരുന്നു അത്? 44AD, 44ADA, 44AE. ഇവിടെ ബിസിനസ് ചെയ്യുന്നവര്, പ്രൊഫഷൻ ചെയ്യുന്നവര്, ഇവിടെ പ്ലൈയിങ്, ലീസിങ്, ഹയറിങ്, ഗുഡ്സ് കാരേജസ് അല്ലേ? ഇവിടെ ക്രൈറ്റീരിയ ടേൺ ഓവർ ലെസ് ദാൻ 2 crore, ലെസ് ദാൻ ഈക്വൽ 2 crore. ഇനി സ്പെഷ്യൽ കേസിൽ 3 crore. ഇവിടെ ടേൺ ഓവർ ലെസ് ദാൻ ഈക്വൽ ടു 50 lakhs, സ്പെഷ്യൽ കേസിൽ 75 lakhs. 3 crore 75 lakhs സ്പെഷ്യൽ കേസ് എന്താ? ക്യാഷ് ടേൺ ഓവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5%. അത് ഇവിടെയായാലും. ഇവിടെ ക്രൈറ്റീരിയ എന്തായിരുന്നു? ടോട്ടൽ വെഹിക്കിൾ ഓണർഷിപ്പ് ലെസ് ദാൻ 10, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10 വണ്ടികളിൽ കൂടുതൽ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ഒരു തവണ പോലും ഇയാൾക്കില്ല. ഓക്കെ, ഒരു തവണ പോലും ഇയാൾക്ക് കഴിഞ്ഞ കൊല്ലം 10 വണ്ടികളിൽ കൂടുതൽ ഇയാളുടെ പേരിൽ ഉണ്ടായിട്ടില്ല. ഇനി ഇൻകം എന്താ വരണ്ടേ? ഇൻകം വരേണ്ടത് ഇവിടെ 8% അല്ലെങ്കിൽ 6%. 6% എപ്പോഴാ? ബാങ്ക് റിയലൈസേഷൻ. ബാങ്ക് വഴി റിയലൈസ് ചെയ്തതിന് എപ്പോ? ബിഫോർ 139 date. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ബാങ്കിലൂടെ റിയലൈസ് ചെയ്താൽ 6%. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കിട്ടണം കേട്ടോ. ഫോർ എക്സാമ്പിൾ എൻ്റെ പറയാം 40 ലക്ഷം എനിക്ക് ബാങ്ക് പറഞ്ഞു തന്നല്ലോ അല്ലെ? അതിനകത്ത് പറഞ്ഞു തന്നു ആ കേസ്. ഇത് എവിടെയാണ് പറഞ്ഞു തന്നല്ലേ? അത് ഇതല്ലോ, എവിടെയാന്ന് പറഞ്ഞത്? ഞാൻ ബാങ്ക് വഴി റിയലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതല്ല. റൈറ്റ്, ഇവിടെ പറഞ്ഞു ബാങ്ക് വഴിയെ കിട്ടിയത്. പക്ഷെ കിട്ടിയത് ഡിസംബറിലാണ്. അപ്പോൾ 6% വരില്ല, 8% വരുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഇൻകം എത്രയാ? 50%. ബാങ്കും ക്യാഷ് നമ്മൾ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഇൻകം എങ്ങനെയാ? ഇവിടെ ഇൻകം ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ആണോ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണോ നോക്കുക. ലൈറ്റ് ആണെങ്കിൽ 7,500 പെർ വെഹിക്കിൾ പെർ മന്ത്. ഹെവി ആണെങ്കിൽ 1000 പെർ ടൺ പെർ വെഹിക്കിൾ പെർ മന്ത്. ഇത്ര ഉള്ളൂ സംഗതി. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ, റൈറ്റ്? ദിസ് ഇസ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഫോർ യു. പൊതുവെ നമ്മുടെ എക്സാംസിന് 2016 സിലബസിൽ വരെ ഷുവർ ക്വസ്റ്റ്യൻ വന്നിരുന്ന ഒരു ഏരിയ ആണ്. എല്ലാ കൊല്ലവും ഏതാണ്ട് എവറി അതർ എക്സാം എല്ലാ കൊല്ലവും ഒരു എക്സാമിനും വന്നിരുന്നു.
ഇപ്പൊ പിന്നെ ഡയറക്ട് ടാക്സും GST ക്ലബ് ചെയ്തത് കാരണം ഡയറക്ട് ടാക്സും ക്ലബ് ചെയ്ത കാരണം ഇതിന് ഷുവർ എന്ന് പറയാൻ പറ്റില്ല ഒരു കൊല്ലം. ഓക്കെ, ബട്ട് സ്റ്റിൽ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഫൈനലിലേക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അത്. ഇപ്പൊ നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ് ഐ ഓൾവേസ് സേ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഓൾസോ പ്ലീസ് ഷോ സം ലവ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ യുവർ തോട്ട്സ്. ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആസ് ഐ സെഡ്, ഷെയർ യുവർ തോട്ട്സ്. നിങ്ങളുടെ വാട്ട് എവർ യുവർ കമന്റ്സ് ആർ, ഡു കമന്റ് ഇൻ ദി കമന്റ് സെക്ഷൻ. ഓക്കെ, so thank you so much everyone. I'll see you in another video. Till then, tata, take care and goodbye. This is Nishant Raghunath signing off and wishing you the very best for your upcoming exams.